കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴുന്നില്ല. മന്ത്രിമാർ എത്തിയിട്ടും തോട്ടപ്പള്ളി പൊഴിമുഖത്തെ മണൽ നീക്കം മന്ദഗതിയിൽ തന്നെയാണ്. മഴക്കാല പൂർവ്വ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മണൽ നീക്കം ചെയ്യാതിരുന്നതാണ് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരാനുള്ള കാരണം. എന്നാൽ തോട്ടപ്പള്ളി മണൽ നീക്കത്തിൽ വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിക്കുകയാണ് ജില്ലാ കളക്ടർ. തോട്ടപ്പള്ളി സ്പിൽവേ വഴിയുള്ള വാട്ടർ ഫ്ലോ കൃത്യമായി പോകുന്നുണ്ടോ, അതിൻ്റെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചൊക്കെ ചില ആശങ്കകളും സംശയവും മീഡിയ വഴിയൊക്കെ ഉണ്ടായൊരു സാഹചര്യത്തിലാണ് ഒരു വീഡിയോ ഇന്നിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നമ്മൾ 39 ഷട്ടർ തുറക്കുകയും അതിന് മുമ്പ് തന്നെ അതിൻ്റെ പൊഴി മുറിക്കുകയും കൃത്യമായി ചെയ്തിട്ടുള്ള ഇറിഗേഷൻ വകുപ്പാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നത്. അത് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായി പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയിട്ടുള്ളത് തന്നെയാണ്. അത് അവിടെ വാട്ടർ ഫ്ലോ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് കുട്ടനാട്ടിലോ ഇല്ലാതെ വെള്ളക്കെട്ട് ഉണ്ടാകാതെ നിൽക്കുന്നത്. പക്ഷേ സ്വാഭാവികമായി നമ്മുടെ ഒരു താഴ്ന്ന പ്രദേശമായതുകൊണ്ട് വെള്ളം വീടുകളിൽ കയറുന്നതും അവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നതും ഒക്കെ ഒരു സൈഡിൽ നമ്മൾ കൃത്യമായി തന്നെ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ ഷട്ടറുകളുടെ ഇപ്പുറത്ത് പുതുതായി NH കൺസ്ട്രക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവർ അത് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടപ്പാത ഒരു ഫ്ലോട്ടിംഗ് നടപ്പാത പോലെ അവരുടെ കൺസ്ട്രക്ഷൻ ആവശ്യത്തിലേക്ക് താൽക്കാലികമായി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് DM ആക്ട് ഇവരെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് കാലതാമസം വന്നുകൊണ്ട് DM ആക്ട് പ്രകാരം ജില്ലാ കളക്ടർ തന്നെ അവർക്ക് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ നമ്മൾ മറ്റ് നടപടികളിലേക്ക് പോകുന്നു. അവർ ഇന്ന് രാവിലെ 10:30 വരുമെന്ന് നമ്മളെ അറിയിച്ചിരുന്നതുമാണ്. ഇന്ന് 10:30 വന്നു. അവർ അതിലെ 2 പ്ലേസ് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്തു. അത് ആ സമയത്ത് യാദൃച്ഛികമോ അല്ലാതെയോ എന്താണെങ്കിലും മീഡിയാസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു തരത്തിലേക്ക് ഒരു പ്രൊപ്പഗാൻഡയിലേക്ക് പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയല്ല. അവരെ ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ഷാജി, ഈ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി പണിയെടുക്കാത്തതിന് വാർത്ത പുറത്തുകൊണ്ട മാധ്യമങ്ങളെയാണ് കളക്ടർ കുറ്റം പറയുന്നത്. എല്ലാ പഴികളും ഇപ്പോൾ മാധ്യമങ്ങളുടെ മുകളിലാണ്, അല്ലാതെ അവരുടെ പണി വൃത്തിക്കെടുക്കാത്തതല്ല ഇവിടുത്തെ പ്രശ്നം. ഷാജി, എന്താണെങ്കിലും നമ്മുടെ ഈ വാർത്ത വന്നതിനെ തുടർന്ന് മന്ത്രിമാരൊക്കെ ഇടപെട്ടിരുന്നല്ലോ. ഇപ്പോൾ പൊഴിയിൽ മണൽ നീക്കം നടക്കുന്നുണ്ടോ? എന്താണ് കാണാൻ കഴിയുന്നത്? മനു, നമ്മൾ രാവിലെ GMKയിൽ കൊടുത്ത അതേ സ്ഥിതി തന്നെയാണ് കുട്ടനാട്ടിലെ കാര്യം. തോട്ടപ്പള്ളി സ്പിൽവേയുടെ മണൽ നീക്കം ചെയ്യുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 2 JCB ആണ്. അത് ഇന്നലെ രാത്രി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കരയിൽ കയറ്റിയിരിക്കുകയായിരുന്നു. നമ്മൾ രാവിലെ വാർത്ത കൊടുത്തതിനൊക്കെ ശേഷം അത് വീണ്ടും പൊഴിമുഖത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഈ 2 JCB ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞാലും മണൽ നീക്കം ചെയ്ത് തീരാൻ കഴിയില്ല. അതിനോടകം തന്നെ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാവരും പരിഹാരമാവും. പക്ഷെ കൂടുതൽ JCB ഇട്ടുകൊണ്ട് അടിയന്തരമായിട്ട് മണൽ നീക്കം ചെയ്യുക, കടലിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പൊഴി മുറിച്ചു വിടുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇത് ചടങ്ങിന് നടക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് എന്നാണ് നമ്മൾ അവിടെ ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള നാട്ടുകാർ നമ്മോട് പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ ഇപ്പോൾ ഒരു മണിക്കൂറിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. കിഴക്കിൽ നിന്ന് വെള്ളം കുട്ടനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പാടശേഖരങ്ങൾ ഓരോന്നായിട്ട് തകരുന്നു. കാര്യം 40-50 ദിവസം പ്രായമായ നെൽകൃഷി പൂർണ്ണമായിട്ടും തകരുന്നൊരു സ്ഥിതിയിലേക്ക് പോകുന്നു. അത് വ്യാപകമായിട്ട് വലിയൊരു നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാകുന്നത്. മാത്രമല്ല, കൃഷി നശിച്ചു, വീട്ടിലും കയറാൻ കഴിയുന്നില്ല, ക്യാമ്പിൽ ഭക്ഷണവുമില്ല. അങ്ങനെ പൊതുവെ കുട്ടനാട്ട് ഒരു വലിയ ഒരു ദുരിതക്കയത്തിൽ കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ദുരിതക്കയത്തിൽ കിടക്കുകയാണ്. ആ ദുരിതക്കയത്തിലേക്ക് അവരെ കൊണ്ടിട്ടതാരാണെന്നതാണ് പ്രധാന ചോദ്യം. സർക്കാരിന്റെ വലിയ അനാസ്ഥ പൊഴിമുറി നടക്കാത്തതിലുണ്ട്. അതിനെ തുടർന്നാണ് കുട്ടനാട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.